ആദ്യം നമുക്കൊരു കാഴ്ച കാണാം. പോളണ്ട് പാർലമെന്റിൽ നടന്നതാണ്. കോൺറാഡ് ബെർക്കോവിച്ച് എന്ന് പറയുന്ന ഒരു പോളിഷ് എംപി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസന്റേഷൻ ലോകത്തിലെ മാധ്യമങ്ങളിലാകെയും ഇടം പിടിച്ചു. ആദ്യം ആ ദൃശ്യം കാണാം. ഇദ്ദേഹത്തിന്റെ പേര് കോൺറാഡ് ബെർക്കോവിച്ച് എന്നാണ്. ഒരു പോളിഷ് എംപി ആണ്. അദ്ദേഹം ഒരു കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്ന വളരെ ഫാർ റൈറ്റ് ആയിട്ടുള്ള, അതായത് ഒരു സെൻട്രൽ റൈറ്റ് ഒന്നുമല്ല, ഫാർ റൈറ്റ് ആയിട്ടുള്ള ഒരു യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളെ അതുപോലെ തന്നെ കുടിയേറ്റത്തെ ഒക്കെ കർശനമായി എതിർക്കുന്ന ഒരു പാർട്ടിയിലെ എംപി ആണ് അദ്ദേഹം. ആ നിലപാടുകളുള്ള ആളുമായിരുന്നു. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു പതാകയും കൊണ്ടുവന്നു. ആ പതാക ഇസ്രയേലിന്റെ പതാകയാണ്. എന്നിട്ട് ആ ഇസ്രയേലിന്റെ പതാകയുടെ നടുവിൽ പഴയ നമ്മുടെ നാസികളുടെ ചിഹ്നം ഉണ്ടല്ലോ, നാസി ചിഹ്നം അങ്ങ് പതിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ഈ പറഞ്ഞ നാസികളുടെ വംശഹത്യയുടെ ഏറ്റവും വലിയ സന്ദേശമാണ് ഇസ്രയേൽ ലോകത്തിന് നൽകുന്നത്. അതുകൊണ്ട് ഇസ്രയേൽ നടപടി നേരിടുക തന്നെ വേണം എന്ന നിലപാട് പാർലമെന്റിൽ പറഞ്ഞു. നാസി സ്വസ്തിക എന്ന് പറയുന്ന ചിഹ്നമാണ് അദ്ദേഹം അതിൽ പ്രദർശിപ്പിച്ചത്. ഇസ്രയേലിൽ ഇത് സ്റ്റാർ ഓഫ് ഡേവിഡ്, ദാവീദിന്റെ നക്ഷത്രമാണ് കാണിക്കുന്നതെങ്കിൽ അതിനു പകരം നാസി സ്വസ്തിക ചിഹ്നമാണ് ആ ചിത്രത്തിൽ കാണിച്ചത്. അദ്ദേഹം ഫലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കൊലകളെയും അതുപോലെ ഇറാനിലെ അധിനിവേശത്തെയും അടക്കമുള്ള സംഭവങ്ങളെ എല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പതാകയുമായി പാർലമെന്റിലെത്തി ലോകത്തിന് മുന്നിൽ ആ ദൃശ്യങ്ങൾ കാണിച്ചത്. ഒരു രാജ്യത്തിന്റെ പതാകയെ അവർ ചെയ്യുന്ന പ്രവൃത്തി നോക്കുമ്പോൾ ഇതിനോടല്ല ഉപമിക്കേണ്ടത്, മറിച്ച് നാസികളോടാണ് ഉപമിക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. അഭിമാനമുള്ള ഒരു രാജ്യത്തിനും അതിന്റെ നേതാക്കൾക്കും വലിയ അഭിമാനക്ഷതമുണ്ടാകുന്ന നടപടിയാണ് ഇത്. പിന്നെ നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വലിയ ഗൌരവമുള്ള നാണക്കേടല്ലാത്തതിനാൽ, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വരെ ശിക്ഷിച്ചിരിക്കുന്ന ഒരാളായതിനാൽ അതിന് അത്രയും വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. എങ്കിലും ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി ഈ പ്രവൃത്തി ചോദ്യം ചെയ്യുകയും നാണം കെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം.